പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ കാശ്മീർ ഗേറ്റിലാണ് കേട്ടോ. കാശ്മീർ ഗേറ്റിന് വേറൊരു പേരും കൂടി ഉണ്ട്, ISBT, ഇന്ത്യൻ സ്റ്റേറ്റ് ബസ് ടെർമിനൽ എന്നിട്ടാണ് അറിയപ്പെടുന്നത്. രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട്. ഞാൻ ചെറിയൊരു ട്രിപ്പിലാണ്. ട്രിപ്പ് വരങ്ങോട്ടും അല്ല, നേരെ കാശ്മീർ ഗേറ്റ്, നേരെ ഋഷികേശ്, ബദ്രിനാഥ്, മന വില്ലേജ്, ഇവിടേക്കാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാനിങ് വരുന്നത്. കാശ്മീർ ഗേറ്റിൽ നോർമൽ നല്ല തിരക്കാണ് കേട്ടുള്ളത്. ഞാൻ പോയൊരു ദിവസം സാറ്റർഡേ ആയതുകൊണ്ടുമായിരിക്കാം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഋഷികേശിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ് കാത്തിരുന്ന് കുറുതി മുട്ടി. ലാസ്റ്റ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് ബസ്സിന്റെ യാത്രയൊന്ന് ബസ്സൊന്ന് കണ്ടുനോക്കാം. പിന്നെ ചെറിയ ചെറിയ ബസ്സിലെ യാത്രകളും കാര്യങ്ങളൊക്കെ നമ്മൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ നമുക്ക് വന്ന ബസ്. അയ്യോ, കാത്തിരുന്ന് ആകെ ശോകം പിടിച്ച്. ഒന്നിനും കൊള്ളാം, ഒരു സർവീസ് നല്ലൊരു ബസ്സല്ല അത്. ഒന്നിനും കൊള്ളാത്തൊരു ബസ്. ഉള്ളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ ഒരു കാര്യമില്ല. നമുക്ക് ബസ്സിന്റെ ഇൻസൈഡ് ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് ബസ്സിന്റെ ഇൻസൈഡ് വരുന്നത്. ഒരു ടോയ്ലറ്റ് കൂടെ വരുന്നുണ്ട്. ഇതാണ് ബസ്സിന്റെ ഉൾസൈഡ്. ഈ അടിഭാഗം മൊത്തം ഇരിക്കാനുള്ളവർക്ക് എന്റെയാണ്. നമുക്ക് കിട്ടിയ സീറ്റ് വെച്ചാൽ ഭയങ്കര ശോകപ്പെട്ട് എന്റെ പൊറ്റി. ബസ്സിന്റെ അവസ്ഥയാണിത്. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ഒക്കെ ഒരു കളറ് കണ്ടോ? ഉപയോഗിച്ച് ഫുള്ള്. ഇനി കേടാവാൻ മാത്രമായിട്ട് ഒന്നുമില്ല ഇതിനകത്തൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നു എന്ത്. ഈ ബസ്സിന്റെ പേര് ഈ ബസ് എന്നാണ് കേട്ടോ, ഈ ബസ്. ഇനി കാശ്മീർ ഗേറ്റ് വന്നിട്ട് ആരും കാശ്മീർ ഗേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ബസ്സിൽ കയറരുത്. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. ഈ സർവീസ് ആയിരിക്കും. ഇനിയിപ്പോൾ എല്ലാ ഈ ബസ് ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കയറിയ ഈ ബസ് ഇങ്ങനെ തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ടോയ്ലറ്റ് ഒന്നും കയറാനേ പറ്റത്തില്ല. ടോയ്ലറ്റ് നിങ്ങൾ കണ്ടു ഞാൻ കരുതുന്നു. കാരണം അവിടെ തിരക്കായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ളിൽ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്. ടോയ്ലറ്റൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷെ മാക്സിമം ഈ ബസ് അവോയ്ഡ് ചെയ്യുക. ഇനി എല്ലാ ഈ ബസ് ഇങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. ഞാനൊക്കെ മാക്സിമം സിംഗ് ബസ്സിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അങ്ങോട്ട് ഏത് ബസ് യാത്ര പോവുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിംഗ് ബസ് ആണെങ്കിൽ നല്ല സർവീസാണ്. നല്ല എന്താ പറയുക, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇതായിരിക്കും. നമുക്കതിനൊരു പ്രശ്നവും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പം, ഞങ്ങൾ തിരിച്ച് കാശ്മീർ ഗേറ്റിലേക്ക് വരുമ്പോൾ, കാരണം ഇന്നിപ്പോൾ ഞങ്ങളൊരു 3-4 ദിവസത്തെ പ്ലാൻ എന്ന് പറയുമ്പം ഇവിടുന്ന് ഇപ്പം കാശ്മീർ ഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാശ്മീർ ഗേറ്റ് നേരെ ഋഷികേശിൽ നിന്ന് ഡയറക്റ്റ് ബദ്രിനാഥ്, മന വില്ലേജ്, ഈ ഒരു റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഋഷികേശ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു 3-4 ദിവസത്തെ യാത്രയാണ്. ഇന്ന് 10-ാം തീയതി, 11-ാം തീയതി അവിടെ എത്തും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാര്യം കാണിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ സിംഗ് ബസ് മാക്സ്. ഈ മാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ബസ്സിൽ ഇരുന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കടക്കാൻ പറ്റും. സ്ലീപ്പർ ഇല്ല. ഇതിൻ്റെ സ്ലീപ്പറും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതാണ് കാശ്മീർ ഗേറ്റ്. ആ കാണുന്ന സിംഗ് ബസ് കണ്ടോ? അതിൽ സ്ലീപ്പർ ഉണ്ട്. ഈ കാണുന്നതിനകത്ത് സ്ലീപ്പർ ഉണ്ട്. ഈ ബസ്സൊക്കെ നല്ല സർവീസാണ് ചെയ്യണത്. നല്ല എന്താ പറയുക, നല്ല നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. സിംഗ് ബസ് പ്ലസ് കേട്ടോ. മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ബസ്സൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സർവീസും നല്ല യാത്രയും കിട്ടും. ഹലോ, അങ്ങനെ നമ്മളിവിടെ നേപ്പാളി ഹൗസിൽ നമ്മൾ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ നമുക്ക് റെൻറ്റിന് പറഞ്ഞിരിക്കുന്ന ഷോപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് വണ്ടി റെഡി ആയിട്ടുണ്ട്. ഈ വണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഈ നേപ്പാളി ഫാമിൽ നിന്ന് മിനിമം ഒരാൾക്ക് 100 റുപ്പീസാണ് വരുന്നത് കേട്ടോ. നമുക്ക് ആ വണ്ടി സെറ്റായിട്ടില്ല. അതിനകത്ത് ഫുള്ള് ആളെ തിരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേറൊരു വണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പല പ്രൈസാണ്. ടാക്സിക്കൊക്കെ ആണെങ്കിൽ 500 റുപ്പയാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ നേരെ ഒരു 100-80 റുപ്പയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് അവിടെ പോയി ഇറങ്ങാൻ കഴിയും. ഇതിപ്പം നമ്മൾ കാശ്മീർ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേപ്പാളി ഫാം ആ ഒരു സ്ഥലത്താണ് വന്നത്. അവിടെ വരെ വണ്ടി വരികയുള്ളൂ.
ഈ റോഡ് എന്ന് പറഞ്ഞാൽ നേരെ ഡെറാഡൂൺ റോഡാണ് ഈ. ഹായ്, ഇപ്പോൾ നേപ്പാളി ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ഉത്തരാഖണ്ഡിലെ തപോവനിലേക്കാണ്. ഇനി അതിനുള്ള ഓട്ടോയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് തപോവനിൽ നമ്മളുടെ വണ്ടിയെ എടുത്ത് ചെന്നിട്ട് കാണാം. വണ്ടി റെൻറ്റിന് എടുത്തത് ഇവിടെ നിന്നാണ്. ജാക്കി ജവളിൻ്റെ തൊട്ട് മുമ്പ് ബേക്കിലാണ് നമ്മൾ വണ്ടി റെൻ്റ് എടുക്കുന്ന ഷോപ്പ്. ആ ഷോപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തെ ഗല്ലികളൊക്കെ എന്ത് വൃത്തിയുണ്ട് കാണാൻ. നമുക്ക് ഡൽഹിയിലുണ്ട് കുറേ ഗല്ലികൾ. അയ്യോ, ഈ ഭാഗം നോക്കിയാലും തുപ്പൽ, ഈ ഭാഗം നോക്കിയാൽ തമ്പാക്ക്, ആ ഭാഗം നോക്കിയാൽ കുറേ ഹാൻഡ്സിൻ്റെ പാക്കറ്റ്. ഇതൊക്കെയാണ് ഗല്ലി. बद्री विशाल गया आप? नहीं। अभी तो मठ बंद है उधर, केदारनाथ बद्रीनाथ, ओके है ना? ओके। और भाई देखो, वो तो वैकुंठ है, ईश्वर का धाम है, इतना सुंदर। हम तो होके आए अभी, पांडुकेश्वर मंदिर होके आए। उद्धव जी का मंदिर है, भगवान विष्णु जी के जो डोली आती है ना, वहाँ से चढ़ने के लिए योग उसमें रहते हैं मुद्रा में, तो योग दर्शन. നേരത്തെ കണ്ട ചേച്ചിയും ചേട്ടനും നമുക്ക് ഗംഗാരതിയിലേക്ക് ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഗംഗാഘട്ടിലേക്ക് പോകുന്ന ഓരോ ഗല്ലികളാണ്. ഇപ്പൊ നമുക്ക് ഗംഗാ ആകെ 8ൻ്റെ പണി കിട്ടിയിരിക്കുക. ഓൾറെഡി സമയം വൈകി, എല്ലാം വൈകി. ഇന്നലെ അവർ നമുക്ക് അയച്ചു തന്ന വണ്ടി വേറെ, ഇപ്പോൾ കാണിക്കുന്ന വണ്ടി വേറെ. സാധനങ്ങളെല്ലാം അവർ ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് അയച്ചു തന്നത് വേറൊരു വണ്ടിയായിരുന്നു. ഇപ്പോൾ വേറൊരു വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ ഇനി അതിൻ്റെ അവസ്ഥ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ ബേക്കിൽ കിടക്കുന്ന വണ്ടി ഉണ്ടല്ലേ, ആ വണ്ടിയാണ് നമ്മൾക്ക് പറഞ്ഞേക്കുന്ന വണ്ടി. പക്ഷെ അതിനകത്ത് നമുക്ക് ലഗേജ് വെക്കാനുള്ള ഒരു സൗകര്യങ്ങളില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞപ്പോൾ വണ്ടി അയച്ചു തന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യം കിട്ടും. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വഴി നോക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും മെയിൻ റോഡിലേക്ക്. അങ്ങനെ ഋഷികേശ് വന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ബദ്രിനാഥ് മന. വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്ത വണ്ടി, 100-350. ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ ക്യാരി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലാണ്. ഇവിടുന്ന് നമ്മൾ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് നമ്മൾ ബദ്രിനാഥ് മന അങ്ങോട്ടൊക്കെ ലോങ് റൈഡ് പോകുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ എണ്ണ ഫുള്ളായിരിക്കണം. ഇത് പമ്പിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ചെറിയൊരു വ്യൂ ആണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് പമ്പിൽ നിന്ന് നമ്മൾ ഫൈനലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ തപോവനിൽ എത്തിയിട്ടുണ്ട്. തപോവനിൽ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യും. ഞങ്ങൾക്ക് പിന്നെ വണ്ടീൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ട് കുറച്ച് വീഡിയോകൾ എടുക്കാനും പറ്റിയിട്ടില്ല. കുറച്ച് ബ്ലോക്കിലും കുടുങ്ങി. അതാണ് മെയിൻ പ്രശ്നം വന്നത്. പോയി തിരിച്ച് വരുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 1 hour 30 മിനിറ്റൊക്കെ മുമ്പേ, 1 മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ നമ്മൾ തിരിച്ച് തപോവനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളി ഫാമിൽ നിന്ന് വണ്ടിയുള്ളൂ, ബസ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഷെയർ ഓട്ടോ ഉള്ളത് കൊണ്ട് ഷെയർ ഓട്ടോ എന്ത് ചെയ്യും, നമ്മൾക്ക് 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അവിടേക്ക് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഷെയർ ഓട്ടോ ആയിട്ട് ആളനുസരിച്ച് അവർ കൊണ്ടുപോകത്തുള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം
1.5 മണിക്കൂർ നേരത്തെ ഇവിടെ തബൂന്ന വണ്ടി എടുക്കുന്നവരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. നമുക്ക് നേപ്പാളി ഫാമിൽ നിന്ന് വണ്ടി കിട്ടും, അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. കാരണം ബസ്സിൻ്റെ ഏത് സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നേപ്പാളി ഫാമിലേക്ക് എത്തിയാൽ മതി. ഇവിടുന്ന് നമ്മൾ ബോർഡിൽ നോക്കുമ്പോൾ 291 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെയായാലും മിനിമം ഒരു ജോഷിമത്ത് പിടിക്കുന്ന രാത്രിയാകുമ്പോഴത്തേക്കും ജോഷിമത്ത് നമ്മൾ ഋഷികേശിൽ നിന്ന് ബദ്രിനാഥിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് 5 പ്രയാഗങ്ങളുണ്ട്. ഒന്ന് ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്. ഈ 3 പ്രയാഗങ്ങൾ കടന്നിട്ട് വേണം നമ്മൾ ബദ്രിനാഥ് എത്താൻ. ബദ്രിനാഥിൽ നമ്മൾ സ്റ്റേ അടിക്കാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം ജോഷിമത്ത് സ്റ്റേ അടിച്ച് മോർണിംഗ് നമുക്ക് ബദ്രിനാഥ് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണൊരു കിട്ടിയേക്കുന്നത്. പിന്നെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ.